Welcome to Baby's Magic Desk. നമ്മളെപ്പോഴും കോമൺ ആയിട്ട് ഉണ്ടാക്കാറുള്ളതും കഴിക്കാറുള്ളതും ഒക്കെ ആയിട്ടുള്ളൊരു കേക്കാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് അല്ലേ. ഇന്ന് ഞാനൊരു ടേസ്റ്റി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു റിച്ച് മോയിസ്റ്റ് ചോക്ലേറ്റ് കേക്കാണ് വിത്ത് ഫ്ലഫി വിപ്ഡ് ക്രീം ഫ്രോസ്റ്റിംഗ്. അതിൻ്റെ കൂടെ തന്നെ ഹോം മെയ്ഡ് ചെറി സോസും ഉണ്ട്, ഫ്രഷ് ചെറീസ് ഉണ്ട്, പിന്നെ ചോക്ലേറ്റ് ഗനാഷും ഉണ്ട്, കുറച്ച് ചോക്ലേറ്റ് ഷേവിങ്സും ഉണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണ് ഇത്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഈ ബ്യൂട്ടിഫുൾ ക്ലാസിക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു അഡിക്റ്റിംഗ് ട്രീറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യത്തെ സ്റ്റെപ്പ് സ്പഞ്ച് കേക്ക് റെഡിയാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് 2 കപ്പ് മൈദ, 1/2 കപ്പ് കൊക്കോ പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ സോൾട്ട്, അൺസാൾട്ടഡ് ബട്ടർ 180 ഗ്രാം, 1/2 കപ്പ് ഷുഗർ, 3 എഗ്ഗ്, അതുപോലെ 1 ടേബിൾ സ്പൂൺ കോഫി, 1 കപ്പ് ബട്ടർ മിൽക്ക്. ഇതിൽ ഞാൻ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുള്ളത് ഞാൻ ചേർക്കുന്ന അതേ ഓർഡറിലാണ്. അതുപോലെ ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ടിട്ടുള്ളത് അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ഈസി ആയിരിക്കും. ബട്ടർ മിൽക്കിന് വേണ്ടിയിട്ട് 1 കപ്പ് പാലിൽ 1 ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫ്ലോർ മെഷർ ചെയ്യണം. മെഷർമെൻറ്റ് സ്കെയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ 2 കപ്പ് എടുത്തിട്ട് അത് നന്നായിട്ട് വടിച്ചൊന്ന് അതിൽ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് തന്നെ 1/2 കപ്പ് കൊക്കോ പൗഡറും കൂടെ മെഷർ ചെയ്ത് ചേർക്കുക. അതിൻ്റെ കൂടെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, സാൾട്ട് ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അരിച്ചെടുക്കുക. ഈ ഒരു പ്രോസസ്സ് 2-3 പ്രാവശ്യം ചെയ്താൽ അത്രയും നല്ലതാണ്. ഇനി അരിച്ചെടുത്തിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരു ബൗളിലേക്ക് മാറ്റുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കേക്ക് ബാറ്റർ മിക്സ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ബേക്ക് ചെയ്യാനുള്ള പാൻ റെഡിയാക്കി വെക്കണം. അതിന് ഞാനിവിടെ ഒരു സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബട്ടർ തേച്ച് മൈദ ഡസ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടോ ചെയ്യാം. ഒരു വലിയ ബൗൾ എടുത്തിട്ട് മെഷർ ചെയ്ത് വെച്ചിട്ടുള്ള സോഫ്റ്റൻഡ് ബട്ടർ, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ബട്ടർ ഒന്ന് ക്രീമി ആയിട്ട് വരുമ്പോൾ പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം. ഷുഗറും ബട്ടറും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം എഗ്ഗ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ കോഫി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കോഫി ചേർത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും ബട്ടർ മിൽക്കും കുറേശ്ശെയായിട്ട് ഈ ബാറ്ററിൽ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. ബട്ടർ മിൽക്കൊക്കെ ഒരുമിച്ച് ചേർക്കാതെ കുറച്ച് ഫ്ലോർ മിക്സ്, കുറച്ച് ബട്ടർ മിൽക്ക് അങ്ങനെ ചേർത്ത് പതുക്കെ ബീറ്റ് ചെയ്ത് സ്മൂത്താക്കി എടുക്കുക. ബാറ്റർ റെഡി ആയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാനിലോട്ട് ഈക്വലായിട്ട് ബാറ്റർ ഡിവൈഡ് ചെയ്ത് ഒഴിക്കുക. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ 2 പാനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ബേക്ക് ചെയ്യാൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള അവനിലേക്ക് മാറ്റണം. 170 ഡിഗ്രിയിൽ 35 to 40 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ അവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഇനി കേക്ക് ബേക്ക് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ചെറി സോസ് ഉണ്ടാക്കാം. ചെറി സോസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 1 കപ്പ് സ്ലൈസ്ഡ് ഫ്രഷ് ചെറീസ്, നിങ്ങൾക്ക് ബേക്കറിയിൽ അവൈലബിൾ ആയിട്ടുള്ള ചെറീസ് യൂസ് ചെയ്താലും മതി, 1/2 കപ്പ് വാട്ടർ, 1/4 കപ്പ് ഷുഗർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, അത് ഒരു 2 ടേബിൾ സ്പൂൺ വാട്ടറിൽ മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഞാനിവിടെ കുറച്ച് ഫ്രഷ് ചെറീസ് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഭംഗിയുള്ളത് നോക്കിയിട്ട് ഡെക്കറേഷന് മാറ്റി ബാക്കിയുള്ളതിൽ നിന്ന് കുരുവൊക്കെ കളഞ്ഞ് മുറിച്ചെടുത്ത് 1 കപ്പ് സോസിന് വേണ്ടിയിട്ട് എടുത്തു. അപ്പോൾ ചെറി സോസിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡിയായി. 1 കപ്പ് ചെറി, 1/2 കപ്പ് വാട്ടർ, 1/3 കപ്പ് ഷുഗർ, കുറച്ച് കോൺഫ്ലോർ മിക്സ്. കോൺഫ്ലോർ ഒഴികെയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ നമ്മുടെ കോൺഫ്ലോർ മിക്സ് എടുത്ത് ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളൊരു ബൗളിലേക്ക് മാറ്റുക.
കണ്ടില്ലേ, നല്ല തിക്കായിട്ട് നല്ല കളറുള്ള നല്ല ചെറി സോസ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് എല്ലാ കേക്കിനും വെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പിൾ സിറപ്പ് റെഡിയാക്കാം. 1 കപ്പ് വാട്ടർ, 1/2 കപ്പ് ഗ്രാനുലേറ്റഡ് ഷുഗർ. ഇത് രണ്ടും കൂടെ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിൾ സിറപ്പും റെഡിയായി. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. അതിനെ ഒന്ന് തണുത്ത ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കുക. ഈ കേക്ക് നോർമൽ ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് പോലെ ഒരുപാട് എയറി ആയിട്ടുള്ള കേക്കല്ല, കുറച്ച് ഡെൻസ് കേക്കാണ്, എന്നാലും സോഫ്റ്റുമാണ്, ടേസ്റ്റിയുമാണ്. ഇനി ഓരോ കേക്കിനെയും ഈക്വൽ പോർഷൻസ് ആയിട്ട് സ്ലൈസ് ചെയ്ത് മാറ്റുന്നുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ടെക്സ്ചർ തന്നെയാണ് ഈ കേക്കിനും. കുറച്ച് റിച്ച് ചോക്ലേറ്റ് ഫ്ലേവേർഡ് കേക്കാണ്. അങ്ങനെ നമുക്ക് 4 സ്ലൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള വിപ്ഡ് ക്രീം റെഡിയാക്കണം. ഞാനിവിടെ 2 പോർഷനായിട്ടാണ് ക്രീം വിപ്പ് ചെയ്തത്. ആദ്യത്തെ പോർഷൻ ക്രം കോട്ടിനും ഫില്ലിങ്ങിനും വേണ്ടിയിട്ട്, രണ്ടാമത്തെ പോർഷൻ കവറിങ്ങിനും ഡെക്കറേഷനും വേണ്ടിയിട്ട്. രണ്ടും ഒരുപോലെ തന്നെയാണ് ബീറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ 2 പോർഷനായിട്ട് വിപ്പ് ചെയ്തു എന്നേ ഉള്ളൂ. ക്രീം വിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സിംഗ് ബൗളും ബീറ്ററും അരമണിക്കൂറോളം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു ഐസ് ട്രേയും വെച്ചിട്ടുണ്ട്. എന്നിട്ട് 1 കപ്പ് ഹെവി വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ക്രീമിനൊരു വാനില ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില പൗഡർ ഞാൻ ചേർത്തിട്ടുണ്ട്. വാനില എസൻസും ചേർക്കാവുന്നതാണ്. ഇത് ഒരു നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ്. ഓൾറെഡി ഷുഗർ ആഡഡ് ആണ്, അതുകൊണ്ട് എക്സ്ട്രാ ഷുഗർ ഒന്നും ചേർത്തിട്ടില്ല. ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്കൊന്ന് കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുക, ഓവർ ബീറ്റ് ആവരുത്. ഇതുപോലെ നമുക്ക് സ്റ്റിഫ് പീക്ക് കിട്ടുമ്പോൾ നമ്മൾ ബീറ്റിംഗ് നിർത്തുക. ക്രീം പെർഫെക്റ്റായിട്ട് ബീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളിതൊന്ന് കമഴ്ത്തി നോക്കിയാലും ക്രീമൊന്നും താഴെ പോവില്ല. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് അസംബിൾ ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അത് ലെയർ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാം. ക്രീം ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാറ്. ഇതാണ് എനിക്കൊന്നുകൂടെ കംഫർട്ടബിൾ. അതുപോലെ ബേസിൽ കുറച്ച് ക്രീം ആക്കുക, എന്നിട്ട് കേക്ക് വെക്കുക. അത് നന്നായിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ലെയർ ക്രീം കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചെറി സോസ് ചേർക്കുക. ഈ ചെറി സോസ് ചേർക്കുമ്പോൾ നമ്മുടെ ഔട്ടർ സർക്കിൾ അങ്ങ് ഒഴിവാക്കുക. അല്ലെങ്കിൽ നമ്മൾ ക്രം കോട്ട് ചെയ്യുമ്പോഴൊക്കെ ആ കളർ ഇങ്ങനെ വല്ലാണ്ട് പുറത്തേക്ക് വരും. അപ്പോൾ അത് ഒഴിവാക്കാനാണിത്. ഇതുപോലെ തന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ലെയർ ഷുഗർ സിറപ്പിൽ വെറ്റ് ചെയ്ത് ക്രീം വെച്ച് നമ്മുടെ ഫില്ലിങ്ങും എല്ലാം ചേർത്ത് റെഡിയാക്കി എടുക്കുക. നാല് ലെയറും പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഈ പൈപ്പ് ചെയ്തിട്ടുള്ള ക്രീം ഒന്ന് സ്പാച്ചുല വെച്ച് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് വേണം സ്ക്രേപ്പർ വെച്ച് ലെവൽ ചെയ്തെടുക്കാൻ. ക്രം കോട്ട് ചെയ്ത കേക്ക് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം വേണം ഔട്ടർ കവറിങ് കൊടുക്കാൻ. അപ്പോൾ ഞാനൊരു കപ്പും കൂടെ ക്രീം ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്രം കോട്ട് ചെയ്ത കേക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഔട്ടർ ലെയർ കൊടുക്കണം. ക്രീം ഒരേ തിക്നെസ്സിൽ വരാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് ബാഗ് വെച്ച് തന്നെയാണ് ഔട്ടർ ലെയറും ചെയ്യുന്നത്.
ക്രീം കൊണ്ട് കേക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ഇതുപോലെ സ്പാച്ചില വെച്ച് ക്രീം ഒന്ന് തേച്ച് കൊടുക്കണം. അപ്പോഴാ കേക്കിൽ ക്രീം നന്നായിട്ട് പിടിക്കുള്ളൂ. കേക്കിൻ്റെ മുകൾ ഭാഗം ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഓഫ്സെറ്റ് സ്പാച്ചിലയാണ് നല്ലത്. സൈഡ് ഫിനിഷാക്കി എടുക്കാൻ ഇതുപോലൊരു സ്ക്രേപ്പറും യൂസ് ചെയ്യാം. ആദ്യത്തെ റൗണ്ട് ലെവലിങ് കഴിയുമ്പോൾ ഇതുപോലെ ഗ്യാപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്നുകൂടെ ക്രീം വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും സ്ക്രേപ്പർ വെച്ചിട്ട് ഒന്ന് സ്മൂത്തൻ ചെയ്ത് കൊടുത്താൽ മതി. കേക്ക് ഒന്ന് ഫിനിഷാക്കിയതിന് ശേഷം ഒരു സിഗ്സാഗ് സ്ക്രേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് സ്ക്രേപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വീണ്ടും എഡ്ജിലൊക്കെ ക്രീം വരും. അതൊന്നുകൂടെ സ്പാച്ചില വെച്ച് ലെവലാക്കി എടുക്കുക. അടുത്ത സ്റ്റെപ്പ് ഫൈനൽ ഡെക്കറേഷനാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് വേണം, കുറച്ച് ഫ്രഷ് ചെറീസും കുറച്ച് ചോക്ലേറ്റ് ഷേവിങ്സും വേണം. 2:1 റേഷ്യോയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷാണ് ഇതിൻ്റെ ടോപ്പിൽ ഒഴിക്കുന്നത്. ഇതൊരു സർക്കിളായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. എഡ്ജിൽ വിപ്പ് ക്രീം കൊണ്ട് പൈപ്പിംഗ് ചെയ്യാനുള്ള പോർഷൻ വിട്ടിട്ടാണ് ഗനാഷ് തേച്ച് കൊടുക്കുന്നത്. വിപ്പ് ക്രീം കൊണ്ട് പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വിൽട്ടൻ്റെ സ്റ്റാർ നോസിൽ 2D സ്റ്റാർ നോസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് സാധാരണ നമ്മൾ റോസറ്റൊക്കെ പൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ നോസിലാണ്. ഞാനത് ഉപയോഗിച്ചിട്ട് ഒന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഡിസൈൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ കേക്കിൻ്റെ ചുറ്റും ഒരു സിമ്പിൾ പൈപ്പിംഗ് കൊടുത്തു. ഇനി മാറ്റി വെച്ചിട്ടുള്ള ഫ്രഷ് ചെറി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി വേണ്ടത് കുറച്ച് ചോക്ലേറ്റ് ഷേവിങ്സ് ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു ചോക്ലേറ്റ് ബാറിൻ്റെ മുകളിൽ ഇതുപോലെ സ്ക്രാച്ച് ചെയ്താൽ ചോക്ലേറ്റ് ഷേവിങ്സ് കിട്ടും. ഈ ചോക്ലേറ്റ് ബാർ റൂം ടെമ്പറേച്ചറിലായതുകൊണ്ട് നന്നായിട്ട് സ്ക്രാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് അതിനെ ഫ്രീസറിൽ വെച്ചു. ഇപ്പോൾ ഫ്രീസറിൽ വെച്ചെടുത്തപ്പോൾ നല്ല നീറ്റായിട്ട് നല്ല കേളി ആയിട്ടുള്ള ചോക്ലേറ്റ് ഷേവിങ്സ് കിട്ടി. അപ്പോൾ ഇതുപോലെ ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഷേവിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ കേക്കിൻ്റെ സൈഡിൽ താഴെ ഒരു ഭാഗം മാത്രമേ ചോക്ലേറ്റ് ഷേവിങ്സ് വെച്ച് കവർ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്യാം. അപ്പം നമ്മുടെ ക്ലാസിക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബേബീസ് മാജിക് ഡെസ്ക്. We hope you like this video. Don't forget to like, share and subscribe. Bye.